ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഡേയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികൾ എപ്പോഴും പുതിയ പുതിയ ഡിഷുകൾ പരീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇന്നൊരു പുതിയ ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിഷ് റോസ്റ്റ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു ഡിഷ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഈ ഫിഷ് റോസ്റ്റിനായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ വറ്റ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. നമുക്ക് ഏത് ഫിഷായാലും കുഴപ്പമില്ല, നല്ല കാമ്പുള്ള ടൈപ്പ് ഫിഷ് എടുത്താൽ മതി. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്കിന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വിനെഗർ. നമ്മളിതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഫിഷ് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഒരു ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഈ മീൻ റോസ്റ്റ് കറിക്കായിട്ട് ഞാനൊരു ചട്ടിക്കകത്ത് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനതൊട്ടൊരു 4 ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിടാം. നമ്മുടെ സവാള കളർ മാറി തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് പച്ചമുളക് അരച്ചതാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആ ഇഞ്ചിയും പച്ചമുളക് നന്നായി വളർന്നു വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇടാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നത്. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ഫിഷ് മസാലപ്പൊടിയും കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. ഫിഷ് മസാലയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. 1 ടേബിൾ സ്പൂണ് എണ്ണ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. 3 തക്കാളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി വേവിച്ചെടുക്കാം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ ഞാനതിനകത്ത് അല്പം കോൽപ്പുളിയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കോൽപ്പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിനകത്ത് ഉപയോഗിക്കുന്ന പുളി. വളരെ കുറച്ച് നമുക്ക് കണ്ടത് തന്നെ അറിയാം എന്തോരം ഉപയോഗിക്കുന്നുണ്ടെന്ന്. നമുക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി മാത്രം. നന്നായി തിളപ്പിച്ചെടുക്കാതെ പുളി തിളച്ച് കഴിയുമ്പോൾ ഞാൻ 1/2 മുറി നാളികേരത്തിൻ്റെ പാല് ഒഴിക്കുന്നുണ്ട്. 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, ഒറ്റ ഇതിൽ ഞാൻ പിഴിഞ്ഞെടുത്തു. നല്ല തിക്കോട് കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആ വറുത്ത മീൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂണ് ഫിഷ് മസാലയും കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. നമുക്ക് മീനുടയാതെ കണ്ടതൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നമ്മൾ ഫിഷ് വറുത്തതുകൊണ്ട് പിന്നെ അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് മസാല പിടിക്കാനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയൊരു ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു ഡിഷാണ് ഫിഷ് റോസ്റ്റ്. നമ്മൾ ആ മീനിട്ടതൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് കൂട്ടുകാരൻ നമ്മുടെ ഫിഷ് റോസ്റ്റ്. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.